നമ്മുടെ വർക്ക് പ്ലേസിൽ നമുക്ക് ആസ് എ ടീം അല്ലെങ്കിൽ ആസ് എ എംപ്ലോയി നമുക്ക് എങ്ങനെ ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഞാൻ എൻ്റെ ടീമിനോടും നമ്മളെ എല്ലാ സ്റ്റാഫിനോടും ഞാൻ പറയുന്ന ഒരു കാര്യങ്ങളാണ്, ആ ഒരു മെയിൻ 3 പോയിന്റ്സ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. സോ ഈ ഒരു വീഡിയോ ആസ് എ പ്രൊഫഷണൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നിങ്ങൾ മാക്സിമം ചെയ്യുന്ന വർക്ക്, എന്ത് വർക്ക് ആയിക്കോട്ടെ, നിങ്ങളൊരു പ്രൊഫഷണൽ കരിയർ എന്തായിക്കോട്ടെ, ആ ഒരു കരിയർ ചെയ്യുന്നതിന് കൂടെ നിങ്ങൾ മറ്റു കാര്യങ്ങൾ ലേൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളെ വർക്കൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഫ്രീ ടൈം കിട്ടിയിട്ട് നിങ്ങൾ ലേൺ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് പോസിബിൾ അല്ല എന്ന് തന്നെ പറയാം. ഇപ്പം എക്സാമ്പിൾ ചിലർ ഒരു 2 ദിവസം ലീവ് എടുത്തിട്ട് അന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ചാലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അത് ഇമ്പോസിബിൾ എന്ന് തന്നെ പറയും. കാരണം ആസ് എ ഒരു വർക്ക് കണ്ടിന്യൂസ്ലി കിട്ടുന്ന സമയത്ത്, ഒരു ടാസ്ക് നമുക്ക് കിട്ടുന്ന സമയത്ത്, നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് മേ ബി നമുക്ക് എന്താക്കാൻ പറ്റില്ല, അതിനായിട്ടൊരു ഗ്യാപ്പൊക്കെ കണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ റയർ കേസ് ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ചെയ്യുന്ന ടാസ്കിന്റെ ഇടയിൽ കിട്ടുന്ന ഗ്യാപ്പ് ടൈമോ അല്ലെങ്കിൽ വല്ല ലീവുകളോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിന്റെ കൂടെ ലേൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ഉള്ള നിങ്ങളെ ടീമിലുള്ള എക്സ്പേർട്സിനോട് അതിന്റെ മാക്സിമം ഗൈഡൻസ് എടുക്കുക എന്നുള്ളതാണ്. സോ അതിന്റെ ഒരു എക്സാമ്പിൾ എന്താ വെച്ചാൽ, ഇപ്പൊ എന്റെ ടീമിൽ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോട് ചില ആൾക്കാർ, ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ആയിരിക്കും അവര്. അപ്പോൾ അവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് കണ്ടന്റും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഫൈനാൻഷ്യൽ കാര്യങ്ങളും എന്നോട് മെല്ലെ മെല്ലെ ചോദിക്കും. മേ ബി ഞാൻ ആ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എനിക്ക് കുറെ പോയിന്റ്സ് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതിന്റെ കൂടെ തന്നെ അത് ചെയ്യുന്നതിന്റെ കൂടെ അതും കൂടി ലേൺ ചെയ്തെടുക്കുക. സോ അങ്ങനെ വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ ലേൺ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ലാർജ് സൈസിൽ നോളജ് ഇൻക്രീസ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും വേണ്ടി പറ്റുള്ളൂ. സോ ഒന്നാമത്തെ കാര്യം അതാണ്, നിങ്ങൾ അതിനായിട്ടൊരു സമയമൊക്കെ കണ്ട് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. നിങ്ങൾ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം നമ്മൾ എന്താക്കണം, എഫേർട്ട് ഇടണം. അതായത് ഇപ്പൊ നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പിലേക്ക് ഫോക്കസ് ഉണ്ട്, ബിസിനസ്സിലേക്ക് ഫോക്കസ് ഉണ്ടെങ്കിൽ പോലും നമ്മളെ ഫ്രഷ് ഹോമിന്റെ ഒരു ഫൗണ്ടർ പറഞ്ഞൊരു കോട്ടാണ്, അതായത് നല്ലൊരു ജോലിക്കാരനെ നല്ലൊരു സ്റ്റാർട്ടപ്പ് ഓണർ ആവാൻ അല്ലെങ്കിൽ നല്ലൊരു ഫൗണ്ടർ ആവാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അത്ര 100% നമ്മൾ ഇട്ട് ആ റിസൾട്ട് കാണുമ്പോൾ മാത്രമായിരിക്കും നമുക്കൊരു ഗ്രോത്തും മൊത്തത്തിൽ നമ്മളെ നെറ്റ്വർക്ക് ആണെങ്കിലും ബിൽഡ് ചെയ്ത് വരുള്ളൂ. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എൻ്റെ ഒരു കേസിൽ എൻ്റെ ഒരു എംപ്ലോയി ഉണ്ടായിരുന്നു. അയാൾ നല്ല രീതിയിൽ ഇനീഷ്യൽ ടൈമിൽ ഒരുപാട് സ്കിൽസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ ഇനീഷ്യൽ ടൈമിൽ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇയാൾ നല്ല ക്രേസാണ്, നല്ല അഗ്രസീവാണ്, പഠിക്കാൻ അയാൾ 110% റെഡിയാണ്. ഞാൻ ഏൽപ്പിച്ചൊരു കാര്യം മാക്സിമം എഫേർട്ടിലിടും. ഒരു ഗ്യാപ്പ് ടൈം വരുമ്പോൾ സാറ് ഞാൻ അടുത്തത് ഇത് ചെയ്യണം, അങ്ങനെ മാക്സിമം അയാൾ എഫേർട്ട് ഇട്ട് റിസൾട്ട് കാണിക്കാൻ വേണ്ടി ആൾ ശ്രമിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയപ്പം തന്നെ ഞാൻ ഒരുപാട് കാര്യം എനിക്കും ഇൻട്രസ്റ്റിംഗ് ആയപ്പോൾ ഞാൻ ഒരുപാട് എൻ്റെ സ്കിൽസും കാര്യങ്ങളും ഞാൻ ഡെവലപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആളും അതിൻ്റെ കൂടെ പാരലലി അലൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വന്ന് അത്യാവശ്യം ആളിപ്പോൾ അടിപൊളി സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് അടിപൊളി കിടിലനായി മാറിയിട്ടുണ്ട്. സോ ഇങ്ങനെ മാറാനുള്ള റീസൺ ആളെന്താക്കിയതാണ്, മാക്സിമം അയാൾ എഫേർട്ട് ഇട്ടു. അത് എനിക്ക് മനസ്സിലാക്കി തന്നു, എനിക്ക് ഇത്രത്തോളം ഇടാൻ വേണ്ടി പറ്റും, എനിക്ക് ഇത്രത്തോളം ചെയ്യാൻ വേണ്ടി പറ്റും. സോ ആസ് എ ഒരു എംപ്ലോയി, ആസ് എ ടീം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ ഒരു കാര്യം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിരിക്കും. കാരണം നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും എന്താക്കില്ല, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകില്ല. കാരണം നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ടില്ല, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് തരും? സോ ആ ഒരു ബേസിക് ആയിട്ട് ഒരു കോമൺ സെൻസിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇപ്പം എക്സാമ്പിൾ എന്നോട് നല്ല കമ്പനിയുള്ള അല്ലെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് തരുന്ന ഒരുപാട് എംപ്ലോയീസിന് ഞാൻ ഒരുപാട് സജഷൻസ് കൊടുക്കും. ഞാൻ അവരെ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യും. ഓപ്പർച്യൂണിറ്റീസ് അവിടെ കൂടുന്നുണ്ട്, നെറ്റ്വർക്കിംഗ് അവിടെ കൂടുന്നുണ്ട്. സോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം. മൂന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ ഓപ്പർച്യൂണിറ്റീസ് ഇടയ്ക്കൊക്കെ മേ ബി വരുള്ളൂ, ആ സമയത്ത് അത് ഗ്രാബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പൊ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പ്രൊജക്റ്റിലേക്ക് ഞാൻ ഒരു 5 പേര് എടുക്കുന്നുണ്ട്, ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടോന്ന് പറയും. എനിക്കിപ്പോൾ ഉള്ള വർക്ക് തന്നെയല്ലേ, അതുപോലെ ഇപ്പൊ അതിന്റെ കൂടെ ഇതും കൂടി എന്തിനാ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കുമ്പോൾ നമ്മളെ പുതിയൊരു ലേണിംഗ് അല്ലെങ്കിൽ പുതിയൊരു എക്സ്പീരിയൻസ് അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. സോ ആ ഒരു സാധനം നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നിങ്ങൾ ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യുന്നില്ല എന്നുണ്ടാവും. ഇനീഷ്യൽ ടൈമിൽ ആസ് എ വർക്കറിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും. അതായത് ചിലപ്പോൾ എടുത്താൽ പൊന്താത്ത പണി വരുമ്പോഴും ആ ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്തിട്ട് അതിനു വേണ്ടി എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യുന്നവൻക്കാണ് റിസൾട്ട് ഉണ്ടാവുക. അതുകൊണ്ട് ഞാനൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളൊരു സാധനം ഇനീഷ്യൽ കരിയർ സ്റ്റേജിൽ നമ്മൾ ഗ്രോത്തിനേക്കാൾ കൂടുതൽ മണീനേക്കാൾ സാലറിനേക്കാൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഗ്രോത്തിനാണ്.
കാരണം ഗ്രോത്ത് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. മണി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം നിങ്ങൾക്ക് ഗ്രോത്ത് അവിടെ ഉണ്ടാവില്ല. തിരിച്ച് നിങ്ങൾ ഗ്രോത്തിന് ഫോക്കസ് ചെയ്തിട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ നാളെ ഇൻഷാല്ല നിങ്ങളെ സാലറിയിൽ അത് നല്ല രീതിയിൽ റിഫ്ലക്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഹയർ പേ വാങ്ങാൻ വേണ്ടി പറ്റും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പറഞ്ഞ കാര്യം മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യുന്നതിലൂടെ ആയിരിക്കും നിങ്ങൾ എല്ലാ സാധനം അല്ലെങ്കിൽ നിങ്ങളെ ഗ്രോത്ത് അവിടെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ്. സോ നിങ്ങൾ ഒരിക്കലും അത് നെഗ്ലക്ട് ചെയ്യാതിരിക്കുക. അപ്പം മെയിൻലി ഫൗണ്ടേഴ്സ് എന്തെങ്കിലും കാര്യങ്ങൾ പുതിയത് നിങ്ങളെ അസിസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ ആസ് എ ഫ്യൂച്ചർ കരിയറിലേക്ക് ഇത് അലൈൻ ചെയ്യാൻ ഒബ്വിയസ്ലി അത് എടുക്കുക, അതിൽ നിന്ന് ലേണിങ്സ് പഠിക്കുക, അതിലൂടെ ഗ്രോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആസ് എ പ്രൊഫഷണലിൽ നിങ്ങൾക്ക് ഒരുപാട് എന്തുണ്ടാക്കാൻ വേണ്ടി പറ്റും, ക്വാളിറ്റി ആയിട്ടുള്ള രീതിയിൽ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് മാറ്റാനും നല്ല ഗ്രോത്ത് ആയിട്ടുള്ള ഒരാളാക്കി മാറാനും നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റും. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കിട്ടും. ഞാൻ ഇതുപോലെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്നതോ സ്റ്റാർട്ടപ്പിലേക്ക് വരുന്നവർക്കും അതുപോലെ തന്നെ നിങ്ങൾ പേഴ്സണലി ഡെവലപ്പ് ചെയ്യേണ്ട ഒരുപാട് സ്കിൽസിന്റെ ഇമ്പോർട്ടൻസും എഐനെ കുറിച്ചൊക്കെ വീഡിയോസ് ഇടുന്നുണ്ട്. സോ പേഴ്സണലി ഡെവലപ്പ് ചെയ്യാൻ വേണ്ട കാര്യങ്ങളാണ് ഈ ഒരു ചാനലിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആ ഒരു ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് വീഡിയോസ് കാണാം. സോ താങ്ക് യു.